ദൈവവചനത്തെ ഹൃദയത്തോട് ചേർത്ത് മാനിക്കുകയും അനുസരിക്കുകയും ചെയ്ത് ഒടുവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബൈബിൾ ക്വിസ് മത്സരത്തിൽ ടൈറ്റിൽ വിന്നർ ആവുകയും ചെയ്ത ഒരു അത്ഭുത ബാലൻ കോതമംഗലം രൂപതയിലുണ്ട്. പലവിധ ആവശ്യതകൾക്ക് നടുവിലും തളരാതെ സധൈര്യനായാണ് അവൻ കർത്താവിൽ ജ്വലിക്കുന്നത്. സങ്കീർത്തനങ്ങൾ അധ്യായം 51 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവമേ കനിയണമേ, ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എനിക്ക് അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. എല്ലാവർക്കും ആളെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് ജിസ്മോൻ സണ്ണി. KCBC ബൈബിൾ സൊസൈറ്റി ഇത്തവണ സംഘടിപ്പിച്ച 24ാമത് അഖിലേന്ത്യാ ലോഗോസ് ക്വിസ് ഗ്രാൻഡ് ഫിനാലയിൽ 4.5 ലക്ഷത്തോളം പേര് പിന്തള്ളിയാണ് ജിസ്മോൻ സണ്ണി ലോഗോസ് പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്. ജിസ്മോൻ സണ്ണി കോതമംഗലം രൂപതാംഗവും 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. ജിസ്മോൻ സണ്ണിയുടെ വിശേഷങ്ങളാണ് ഇത്തവണത്തെ ചർച്ച് ബീറ്റ്സിൽ. ഏതൊരു വ്യക്തിയും ബാല്യത്തിൽ അക്ഷരങ്ങൾ ചൊല്ലി പഠിക്കുമ്പോൾ ജിസ്മോൻ എന്ന 11കാരൻ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനായിരുന്നു. അവനു പ്രിയം ദൈവവചനങ്ങളോടായിരുന്നു. വചനങ്ങൾ ഏറെ താല്പര്യത്തോടെ പഠിച്ചുവന്ന ജിസ്മോൻ അതെല്ലാം അതിശയകരമായി മനഃപ്പാഠമാക്കാനും തുടങ്ങിയതോടെ കർത്താവിന്റെ അനന്തമായ കൃപ അവനിൽ എല്ലാവരും ദർശിച്ചു തുടങ്ങി. പിന്നീടങ്ങോട്ട് കർത്താവിന്റെ അഭിഷേകത്താൽ മുദ്രണം ചെയ്ത ലോഗോസ് പ്രതിഭ വരെയുള്ള മിന്നും വിജയങ്ങൾ. ലോഗോസ് പ്രതിഭയാവാന്ന് പറഞ്ഞ ഒരു നിസ്സാര കാര്യമാണ്. പക്ഷേ ജിസ്മോനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജിസ്മോൻ ബൈബിൾ വചനത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാ വചനങ്ങളും വ്യത്യസ്തമാക്കിയ ഒരു അത്ഭുത ബാലൻ കൂടിയാണ്. നമുക്ക് ജിസ്മോനെ തന്നെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ജിസ്മോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദൈവവചനം ഏതാണ്? സങ്കീർത്തനം 23:1 കർത്താവാണ് എൻ്റെ ഇകഴൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ജിസ്മോനെ ഭാവിയിൽ എന്താവാനാണ് ഇഷ്ടം? ഒരു വിശുദ്ധനായ ഒരു വൈദികനാവാൻ. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാൻ കാരണം എന്തായിരുന്നു? പവിലക്ഷനാവുമ്പോൾ എല്ലാവരെയും ഈശോയിലേക്ക് അടുപ്പിക്കാം, പാപികളെയൊക്കെ മനസ്സാന്തരപ്പെടുത്താം, പിന്നെ എല്ലാവർക്കും ഈശോയെ കുറിച്ച് വചനം ഒക്കെ പറഞ്ഞു കൊടുക്കാം. ജിസ്മോൻ ഇത്തവണത്തെ ലോഗോസ് പ്രതിഭാ പുരസ്കാരം കിട്ടി. അപ്പോൾ അതിലുള്ളൊരു സന്തോഷം എത്രത്തോളം, ദൈവത്തിന് എത്രത്തോളം നന്ദി പറയുന്നു? ദൈവത്തിന് ഒരുപാട് നന്ദി ഉണ്ട്. പിന്നെ എല്ലാവർക്കും സ്കൂളിലാണെങ്കിൽ പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും പ്രാർത്ഥിച്ചു. അവർക്കൊക്കെ സന്തോഷമായി, കൂട്ടുകാർക്കും എക്സാം ടീച്ചറിനൊക്കെ സന്തോഷമായി. പിന്നെ ഇടവകയിൽ ടീച്ചേഴ്സ് മതാധ്യാപകർക്കും കൂട്ടുകാർക്കും ഈ കാഴ്ചനൊക്കെ ഒത്തിരി സന്തോഷമായി. ഇനി ഓരോ മത്സരത്തിൽ KCSL അങ്ങനെയൊക്കെ ഓരോ മത്സരത്തിൽ പങ്കെടുക്കണം, അങ്ങനെ ഇതുപോലെ തന്നെ വിജയിക്കണം എന്നാഗ്രഹം. മൂവാറ്റുപുഴ കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജിസ്മോൻ ക്ലാസ്സിലെത്തിയാൽ ശാന്തമായി വചനം വായിക്കുന്നത് എല്ലാവർക്കും പതിവ് കാഴ്ചയാണ്. അതിഷ്ടപ്പെടുന്ന സഹപാഠികളും ജിസ്മോനൊപ്പം ആകാംക്ഷയോടെ ഒപ്പം ചേരും. പഠനത്തിലും മിടുക്കനായ ജിസ്മോന് എല്ലാവിധ പിന്തുണയും നൽകി അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും കൂടെയുണ്ട്. നല്ലപോലെ വചനം പഠിക്കുന്ന വിദ്യാർത്ഥി താൻ പ്രഥമാധ്യാപികയായി പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിലുള്ളത് ഏറെ സന്തോഷവും അഭിമാനവുമാണെന്ന് ഷീബ ടീച്ചർ പറയുന്നു. ജിസ്മോൻ കഴിഞ്ഞ വർഷമാണ് 5ാം ക്ലാസ്സിലാണ് നമ്മുടെ സ്കൂളിൽ വന്ന് ചേർന്നത്. അപ്പം അമ്മയും ഒത്താണ് ചേരാൻ വന്നത്. അപ്പം ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, വചനം പറയുന്നതിനെ കുറിച്ചാണ് അമ്മ ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇത് തന്നെ ഞങ്ങൾക്കൊരു വളരെ സന്തോഷമായി. കാരണം ഇതൊരു കത്തോലിക്ക സ്ഥാപനമാണ്. അപ്പോൾ ഇങ്ങനെ വചനം പറയുന്ന ഒരു കുട്ടി നമ്മുടെ സ്കൂളിലുണ്ട് എന്ന് പറയുന്നതിന് നമുക്ക് ഭയങ്കര ഒരു അഭിമാനമാണ്. ഞങ്ങൾ ഇവൻ്റെ റിസൾട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ലോഗോസിൽ ഓരോ ദിവസവും ഞങ്ങളിങ്ങനെ ഇവൻ്റെ റിസൾട്ട് വരാൻ എല്ലാവരും ഈ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും എല്ലാം ഈ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ നീ സങ്കീർത്തനം 23 3 പ്രാവശ്യം ചെല്ലണം, നിനക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. അപ്പോൾ അവനെ സങ്കീർത്തനം 23 പിന്നീട് പല പ്രാവശ്യവും ഉരുവിട്ടിരുന്നു. അത് അവനെ വിജയത്തിലേക്ക് എത്തിച്ചതിനൊരു കാരണമായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ കുട്ടിയുടെ അധ്വാനവും അവൻ്റെ പ്രാർത്ഥനയും എല്ലാം ദൈവാനുഗ്രഹമായി മാറി.
കൊച്ചി POCയിൽ KCBC ബൈബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച 24ാമത് അഖിലേന്ത്യാ ലോഗോസ് കിസ് ഗ്രാൻഡ് ഫിനാലെയിൽ 4.5 ലക്ഷത്തോളം പേരെ പിന്നിലാക്കിയാണ് ജിസ്മോൻ സണ്ണി ലോഗോസ് പ്രതിഭയായി വിജയകിരീടം ചൂടിയത്. സ്വർണ്ണ മെഡലും 65,000 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയുമാണ് ലോഗോസ് പ്രതിഭയ്ക്ക് സമ്മാനിച്ചത്. കോതമംഗലം രൂപതയിലെ ബെസ്ലേഹേം ഇടവകാംഗമായ ജിസ്മോൻ കുഞ്ഞുനാൾ മുതലേ എല്ലാ ദിവസവും മുടക്കം കൂടാതെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരും. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടിയാണ് ജിസ്മോന്റെ നിത്യവുമുള്ള എളിയ പ്രാർത്ഥന. അതേസമയം ലോഗോസ് പ്രതിഭയാകാൻ ദൈവകൃപ ലഭിച്ച ജിസ്മോൻ എല്ലാവരും പറയുന്ന പോലെ ഒരു അത്ഭുത ബാലനാണെന്ന് ബെസ്ലേഹേം ഇടവക വികാരി റെവറൻഡ് ഫാദർ ഫ്രാൻസിസ് കാരികുന്നിൽ വിശേഷിപ്പിച്ചു. ഈ വർഷത്തെ ലോഗോസ് കിസ് പ്രതിഭാപട്ടം കിട്ടിയ ജിസ്മോൻ ബെസ്ലേഹം ഇടവകയ്ക്കും കോതമംഗലം രൂപതയ്ക്കും ഏറെ അഭിമാനമാണ്, സന്തോഷമാണ്. അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. അനേകം പേർ വിശേഷിപ്പിച്ചതുപോലെ ജിസ്മോൻ ഒരു അത്ഭുത ബാലനാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവുമാണ് അവനെ ഇതിന് യോഗ്യനാക്കിയത്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ ദൈവത്തിന് നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവൻ്റെ മാതാപിതാക്കന്മാർ ഈ വിജയത്തിൽ ഏറെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതി ശ്രദ്ധേയനായ ജിസ്മോൻ യൂട്യൂബിലൂടെ തിരുവചനങ്ങൾ പ്രചരിപ്പിക്കുകയും ബൈബിൾ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ജിസ്മോനെ ദൈവവചനത്തിൽ ആഴപ്പെടുത്തിയത് അമ്മയായിരുന്നു. പിന്നീടങ്ങോട്ട് അത് ശീലമാക്കിയ ജിസ്മോൻ ദിവസവും വൈകുന്നേരം 1 മണിക്കൂർ ബൈബിൾ വായിക്കുന്നതിനായി മാറ്റിവെക്കും. ജന്മന പിയർ റോബിൻ സ്വീക്കൻസ് എന്ന വൈകല്യവുമായി ജനിച്ച ജിസ്മോൻ ഇപ്പോൾ കർത്താവിന്റെ കരങ്ങളിലൂടെ സൗഖ്യപ്പെട്ടിരിക്കുകയാണ്. വാഴക്കുളം ബെസ്ലേഹേം ചാത്തൻ കണ്ടത്തിൽ സണ്ണി വർക്കി സിസിലി ദമ്പതികളുടെ ഏകമകനായ ജിസ്മോൻ ഇതിനോടകം സമ്പൂർണ്ണ ബൈബിൾ 3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. ശക്തവും മഹത്വവുമേറിയ ദൈവവചനം ഉരുവിടുന്നതിൽ സമൃദ്ധനായ ജിസ്മോന്റെ വിജയത്തിനു പിന്നിൽ ദൈവത്തിൻ്റെ അസാധാരണമായ കയ്യൊപ്പുണ്ട്. ജിസ്മോൻ ഈശോയെ ചേർത്ത് പിടിച്ചു. ഈശോ ജിസ്മോന് വലിയ അനുഗ്രഹങ്ങൾ നൽകി. അതിലൊന്നാണ് ലോഗോസ് പ്രതിഭ ഉജ്ജ്വല വിജയം. ക്യാമറമാൻ അലനുമൊപ്പം റിജോ സേവ്യർ, ഷിഗിയ ന്യൂസ്, കൊച്ചി.